രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. നമസ്കാരം പ്രിയമുള്ളവരെ, ആദ്യമേ തന്നെ എൻ്റെ സർവസങ്കല്പങ്ങളും ഭാരതീയ ആചാര്യ പരമ്പരയുടെ പാദപങ്കജങ്ങളിലും വാഗ്ദേവതയും ശക്തിസ്വരൂപിണിയുമായ അമ്മയുടെ പാദപത്മങ്ങളിലും എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങളിലും എൻ്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ പാദപങ്കജങ്ങളിൽ ഇത് ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും മഹാഗുരുവിൻ്റെ പാദപത്മങ്ങളിലും പവിത്രമായിരിക്കുന്ന വാൽമീകി രാമായണം നമുക്ക് നൽകി അനുഗ്രഹിച്ച വാൽമീകി മഹർഷിയുടെ പാദപങ്കജങ്ങളിലും ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിലും പൂജാപുഷ്പങ്ങൾ എന്നോണം സമർപ്പിച്ചു കൊള്ളട്ടെ. വാൽമീകി രാമായണത്തെ ആസ്പദമാക്കിയുള്ള നമ്മുടെ ചർച്ചാ ക്ലാസ് പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ശ്രീരാമചന്ദ്രനെ കൈകേയി താനിരിക്കുന്ന സ്ഥലത്തേക്ക്, അവിടെ മഹാരാജാവുമുണ്ട്, അവരുടെ മുന്നിലേക്ക് വിളിച്ചു വരുത്തുന്നത് നാം കണ്ടു. സുമന്ത്രരെ അയച്ചാണ് രാമനെ ക്ഷണിച്ചത്. രാമൻ വന്നു ചേരുന്നു. അച്ഛന്റെ ദുഃഖകാരണം എന്തെന്ന് മനസ്സിലാകാതെ രാമൻ കൈകേയിയോട് അത് ചോദിക്കുന്നു. ആ ദുഃഖത്തിന് കാരണം അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു വിചാരമുണ്ട്, അത് നിന്നോട് പറയാൻ ധൈര്യമില്ലാത്തത് കൊണ്ടാണ് അദ്ദേഹം ഈ അവസ്ഥയിലിരിക്കുന്നത് എന്ന് കൈകേയി പറഞ്ഞു. അത് അറിയാൻ ഉള്ള മാർഗമെന്നുള്ള നിലയിൽ അമ്മ തന്നെ അത് എന്നോട് പറയണം എന്ന് രാമൻ ആവശ്യപ്പെടുന്നതും കൈകേയി രാമനോട് പറഞ്ഞു, അച്ഛന്റെ ആഗ്രഹം നീ സാധിപ്പിക്കും എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഞാനത് നിന്നോട് പറയാം. രാമൻ ഉടനെ തന്നെ പറഞ്ഞു, അച്ഛന്റെ ആഗ്രഹം എന്തു തന്നെയാണോ അത് ഞാൻ ആ നിമിഷം നടപ്പിലാക്കിയിരിക്കും. തീയിൽ ചാടണമെന്ന് പറഞ്ഞാലും സമുദ്രത്തിലേക്ക് ചാടണമെന്ന് പറഞ്ഞാലും അച്ഛൻ എന്തു പറയുന്നുവോ അത് ഞാൻ ആ നിമിഷത്തില് പ്രവർത്തിച്ചിരിക്കും. അമ്മ എന്തുകൊണ്ടാണ് എന്നോട് ഈ പ്രകാരത്തിലെല്ലാം ചോദിക്കുന്നത്? അച്ഛനെ അദ്ദേഹത്തിന്റെ ഇംഗിതങ്ങളെ നടപ്പിലാക്കുക, അതാണ് പുത്രധർമ്മം. ശ്രീരാമചന്ദ്രൻ ഉറപ്പായിട്ട് കൈകേയിയോട് പറഞ്ഞു. അപ്പോൾ കൈകേയി രാമനോട് തന്റെ ആഗ്രഹങ്ങൾ, അത് ദശരഥന്റെ ആഗ്രഹം എന്നുള്ള നിലയിൽ സംസാരിച്ചു തുടങ്ങി. അല്ലയോ രാമ, അച്ഛന്റെ ആ സങ്കല്പം നീ നടപ്പിലാക്കും എന്ന് ഇപ്പോൾ ഉറപ്പ് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്നോട് പറയാം എന്താണ് അദ്ദേഹത്തിന്റെ ഇംഗിതമെന്ന്. ഞാൻ 2 വരങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു. പണ്ട് ദേവാസുര യുദ്ധത്തിൽ വെച്ചിട്ട് ഞാൻ അദ്ദേഹത്തിന് ചെയ്ത സേവനത്തിന്റെ ഫലമായിട്ട് അദ്ദേഹത്തെ ഞാൻ ആപത്തിൽ നിന്ന് രക്ഷിച്ചു. അതിന്റെ ഫലമായിട്ട് അദ്ദേഹം 2 വരങ്ങൾ തരാമെന്ന് പറഞ്ഞിരുന്നു. അത് ഞാൻ ഇപ്പോഴാണ് അദ്ദേഹത്തോട് ചോദിച്ചത്. അതാണ് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളത്. രാമ, അത് കേട്ടുകൊള്ളൂ. ഞാൻ ചോദിച്ചതായ ആ വരങ്ങൾ: തത്രമേ യാചിതോ രാജ ഭരതസ്യാഭിഷേചനം ഗമനം ദണ്ഡകാരണ്യേ തവച അദ്യൈവ രാഘവ. അല്ലേ രാമ, ഞാൻ ചോദിച്ച ആ വരങ്ങളിൽ ആദ്യത്തേത് ഇപ്പോൾ തന്നെ ഭരതന് യുവരാജ്യപദം നൽകണം, യുവരാജാവായിട്ട് ഭരതനെ അഭിഷേകം കഴിക്കണം എന്നതാണ്.
രണ്ടാമത് വരമോ, അല്പം പോലും വൈകിക്കാതെ നീ ദണ്ഡകാരണ്യത്തിലേക്ക് പോകണം. ഈ 2 വരങ്ങളാണ് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചത്. അല്ലേ രാമ, അത് നിന്നോട് പറയാൻ അദ്ദേഹത്തിന് ധൈര്യം പോരാ. അതുകൊണ്ടാണ് അദ്ദേഹം ഒന്നും മിണ്ടാതെ ഇങ്ങനെ ദുഃഖിതനായിട്ട് നിന്റെ മുന്നിൽ കാണപ്പെടുന്നത്. രാമ, ഞാനിതാ അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. നിന്റെ അച്ഛനോട് ഉള്ളതായ നിന്റെ കടപ്പാട് നീ നിറവേറ്റണം. യതി സത്യപ്രതിജ്ഞം ത്വം പിതരം കർത്തുമിച്ഛസി. നിന്റെ പിതാവിനെ, ദശരഥ മഹാരാജാവിനെ സത്യപ്രതിജ്ഞനാക്കി തീർക്കാൻ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീ ഇത് ഉടനെ തന്നെ പ്രവൃത്തി പഥത്തിലേക്ക് കൊണ്ടുവരിക. അദ്ദേഹം ഏറ്റുപറഞ്ഞതാണ്. വരമായിട്ട് എന്ത് ചോദിച്ചു കഴിഞ്ഞാലും അത് നൽകും എന്ന് അന്ന് പറഞ്ഞു. ഇന്നും എന്നോട് അനേക തവണ പറഞ്ഞു. ആ പ്രതിജ്ഞയെ പരിപാലിക്കണമെങ്കിൽ അദ്ദേഹം നിന്നോടത് പറയണം. പക്ഷേ അദ്ദേഹത്തിന് പറയാൻ ധൈര്യം പോരാ. അതുകൊണ്ട് അദ്ദേഹത്തെ സത്യപ്രതിജ്ഞനാക്കാൻ നിനക്കാകും. അദ്ദേഹത്തിന് പറയാൻ കഴിഞ്ഞാലും ഇല്ലെങ്കിലും എങ്കിൽ അദ്ദേഹം ധാർമ്മികനാണ്, പറഞ്ഞ വാക്ക് പാലിക്കുന്നയാളാണ് എന്ന് ലോകം നാളുവരെ പ്രശംസിച്ചു പോന്നു. ആ വാക്ക്, ലോകത്തിന്റെ പ്രശംസ, അത് നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ അല്ലയോ രാമ, ആത്മാനം ച നരശ്രേഷ്ഠ മമ വാക്യമിതം ശൃണു. അതേപോലെ തന്നെ നീ പറഞ്ഞ വാക്ക് പാലിക്കും എന്നുള്ളതും നീ ലോകത്തിന്റെ മുന്നിൽ തെളിയിക്കാനുള്ളതാണ്. അതും തെളിയിക്കാൻ നീ തയ്യാറുണ്ടെങ്കിൽ എന്റെ വാക്ക് നീ കേട്ടുകൊള്ളൂ. ത്വയാ അരണ്യം പ്രവേഷ്ടവ്യം 9 വർഷാണി പഞ്ചച്ച്. നീ കാനനത്തിലേക്ക് പ്രവേശിക്കണം. എത്ര കാലം കാനനത്തിൽ താമസിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 9 വർഷാണി പഞ്ചച്ച്, 9 വർഷങ്ങളും 5 വർഷങ്ങളും, അങ്ങനെ 14 വർഷം നീ കാട്ടിനുള്ളില് വസിക്കണം. എന്ന് മാത്രമല്ല, ഭരതശ്ച അഭിഷേചേത ഇതേത് അഭിഷേചനം. ഇവിടെ നിനക്ക് വേണ്ടിയിട്ട്, നിന്നെ അഭിഷേകം കഴിക്കാൻ വേണ്ടിയിട്ട് വേണ്ടുന്ന ഒരുക്കങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. അതിനു വേണ്ടിയുള്ളതായ പദാർത്ഥങ്ങളെല്ലാം ഇവിടെ സന്നാഹിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതെല്ലാം കൊണ്ട് നിന്റെ അനുജനായിരിക്കുന്ന ഭരതനെ ഈ ഇക്ഷ്വാകുക്കളുടെ അടുത്ത അധികാരിയായിട്ട്, യുവരാജാവായിട്ട് ഇപ്പോൾ തന്നെ അഭിഷേകം കഴിക്കണം. അല്ലയോ രാമ, സപ്തജ വർഷാണി ദണ്ഡകാരണ്യമാശ്രിത അഭിഷേകമിതം ത്യക്ത്വാ ജടാ ചീരധരോ ഭവ. നീ 7 വർഷങ്ങൾ, സപ്തജ വർഷാണി, 7 വർഷങ്ങൾ നീ ദണ്ഡകാരണ്യത്തിൽ പാർക്കണം. എങ്ങനെ? അഭിഷേകം ഇമം തെക്ത്വാ, അഭിഷേകം ഇമം ത്യക്ത്വാ. ഈ അഭിഷേകത്തെ നിനക്ക് വേണ്ടിയിട്ട് നേരത്തെ തന്നെ മഹാരാജാവ് എല്ലാവരെയും അറിയിച്ച, നിശ്ചയിച്ച, അതിനു വേണ്ടിയിട്ട് ഒരുക്കങ്ങൾ കൂട്ടിയ ഈ അഭിഷേക കർമ്മത്തെ നീ ഉപേക്ഷിക്കണം. നിനക്ക് യുവരാജ്യ പദം വേണ്ട എന്ന് നീ നിശ്ചയിക്കണം, നീ പ്രഖ്യാപിക്കണം. അങ്ങനെ ഇതിനെ നീ തള്ളിക്കളഞ്ഞിട്ട്, ഉപേക്ഷിച്ച് കളഞ്ഞിട്ട് നീ 14 വർഷത്തേക്ക് കാട്ടിലേക്ക് പോകണം. എങ്ങനെ? ജടാ ചീരധരോ ഭവ. എന്തായിരിക്കണം കാട്ടിൽ പോകുമ്പോഴേക്കും രാമന്റെ വേഷം, അതേപോലെ രാമന്റെ ജീവിത രീതി, അതും കൈകൈ തന്നെ പറഞ്ഞു കേൾപ്പിക്കുന്നു. നീ ജട ധരിക്കണം, സന്യാസിമാരെ പോലെ. അതേപോലെ തന്നെ മരവുരിയും ധരിക്കണം. രാജകുമാരന്റെ ശിരസ് യുവരാജ്യപദത്തിലേക്ക് വരുമ്പോഴേക്കും കിരീടം ധരിക്കാനുള്ളതാണ്. എന്ന് മാത്രമല്ല, രാജകുമാരന്മാര് ബാല്യം മുതൽ തന്നെ വളരെയേറെ വിലപ്പെട്ടതായ പട്ടുവസ്ത്രങ്ങളും അതുപോലുള്ള ആഭരണങ്ങളും ഒക്കെയാണ് അണിയുക. അങ്ങനെയാണ് ഇപ്പോൾ രാമൻ കൈകൈയുടെ മുന്നിൽ നിൽക്കുന്നതും. കിരീടം മാത്രം വച്ചിട്ടില്ലെന്നുള്ളേ ഉള്ളൂ. അത് അല്പസമയം കഴിയുമ്പോഴേക്കും അഗ്നിഹോത്രശാലയിൽ വെച്ച് വിധിപ്രകാരം ധരിപ്പിക്കും. ബാക്കി സർവാഭരണ വിഭൂഷിതനായിട്ട് പട്ടുവസ്ത്രങ്ങളൊക്കെ അണിഞ്ഞാണ് രാമൻ നിൽക്കുന്നത്. ഈ വേഷത്തിൽ കാട്ടിൽ പോകാൻ പാടില്ല.
പിന്നെയോ ചീരം ധരിക്കണം, മരൗരി ധരിക്കണം. സന്യാസിമാർക്ക് ലഭ്യമല്ലാതുള്ളതായ ഒരു സുഖവും നിനക്ക് കാട്ടില് ലഭിക്കാൻ പാടില്ല. അങ്ങനെ നീ ജടയും ധരിക്കണം. ശിരസിലെ കിരീടമല്ല, ജടയാണ് വേണ്ടത്. അങ്ങനെ നീ 14 വർഷം അവിടെ പാർക്കുക. ഭരതനാകട്ടെ കിരീടം ധരിച്ച് പട്ടുവസ്ത്രങ്ങളും ആഭരണങ്ങളും എല്ലാം അണിഞ്ഞ് വിഭൂഷിതനായിട്ട് ഭരത കോസലപതേ പ്രശാസ്തു വസുധാമിമാം